Hello guys, welcome back to my YouTube channel. This is me Alina Aloysius and you're watching Tales of Alu. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ആയിട്ട് കുറച്ച് സീരീസ് പറഞ്ഞു തരാനാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് കെ ഡ്രാമ പിടിക്കാം. അപ്പോൾ കെ ഡ്രാമ എന്ന് ചിന്തിക്കുമ്പോൾ ആരും പാഞ്ഞു പോകണ്ട, ക്രിഞ്ച് സാധനങ്ങളൊന്നുമല്ല. അപ്പം നമുക്ക് കുറച്ച് ഒരു ഹൊറർ ലെവലിലുള്ള സാധനങ്ങൾ ലൈക്ക് ഹൊറർ, ത്രില്ലർ, ഫാന്റസി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം മോസ്റ്റ് ഓഫ് ദി ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഈ കെ ഡ്രാമ എന്ന് പറയുമ്പോൾ ക്രിഞ്ച് സാധനങ്ങളാണ് കൂടുതലുള്ളത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് വെറും ഒരു വിചാരമാണ്, അതിൽ അടിപൊളി സാധനങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഇങ്ങനെയാ തുടങ്ങിയല്ലേ. സോ ഫസ്റ്റ് വൺ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്, ഒരു ഹൈസ്കൂളിൽ നടക്കുന്ന സോംബി അറ്റാക്ക്. ഇതൊരു 2022 സീരീസ് ആണ്. സീസൺ 2 ദിസ് ഇയർ ഉണ്ടെന്നാണ് കേട്ടത്. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾ ഓഫ് എ സഡൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്ക്. ആൻഡ് യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ നെറ്റ്ഫ്ലിക്സ്. സോ കമ്മിങ് ടു ദി സെക്കൻഡ് വൺ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതും അവിടുന്ന് അവരുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, ഒരു ഗെയിം സ്റ്റാർട്ട് ആവുകയാണ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പൊ ഈ ഗെയിമിൽ ആരാണ് മാഫിയ എന്ന് കണ്ടുപിടിക്കണം. അവരുടെ കൂട്ടത്തിൽ ആരാണ് മാഫിയ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ പെർട്ടിക്കുലർ ആൾക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യുന്ന ആള് അന്ന് എലിമിനേറ്റ് ആവും. അപ്പൊ എലിമിനേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് എലിമിനേറ്റ് ആവാന്ന് വെച്ചാൽ ഡെത്ത് ആണ്. ഇപ്പൊ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഈ സമയം കൊണ്ട് സീരീസിന്റെ നെയിം ഏതാണ്. യെസ്, നൈറ്റ് ഹാസ് കം. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡ് മുതലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. സാധാരണ എൻ്റെ കേസിൽ എനിക്ക് ഒരു കെ ഡ്രാമയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഒരു സി ഡ്രാമയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എന്തൊരു ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലുമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് 2 എപ്പിസോഡ് വരെ എനിക്ക് നീങ്ങൂല സീരീസുകളൊന്നും. ഞാൻ ഫസ്റ്റ് 2 എപ്പിസോഡൊക്കെ ഇങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ തള്ളിവിടലാണ്. കാരണം എനിക്കറിയാം രണ്ടാമത്തെ എപ്പിസോഡ് മുതൽ സാധനം മാറും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. പക്ഷെ ചില സീരീസ് ഉണ്ട് കേട്ടോ, ഫസ്റ്റത്തെ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അതങ്ങോട്ട് ഒരു ട്രാക്കിലേക്ക് കയറും. പക്ഷെ ചില സീരീസ് ഭയങ്കര ലാഗാണ്. അങ്ങനെ ഞാൻ കാണാൻ തുടങ്ങിയൊരു സീരീസാണിത്. പക്ഷെ ഇത് എനിക്ക് തോന്നിയത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, ഒരു ലാഗോ ഒന്നും ഇല്ലാത്തൊരു സീരീസാണ് നൈറ്റ് ഹാസ് കം. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു. സോ കമ്മിങ് ടു ദി തേർഡ് വൺ, ഇത് ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു ക്രീച്ചർ അറ്റാക്കാണ്. ആക്ച്വലി സ്കൂളിലല്ല, ഒരു സിറ്റിയിൽ തന്നെ നടക്കുന്ന ഒരു ക്രീച്ചറിന്റെ അറ്റാക്കാണ് ഈ സീരീസ് കാണിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ നിന്ന് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ സ്കൂളിലെ സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലൈക്ക് ഈ ക്രീച്ചറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂൾ കുട്ടികളാണ് മിലിറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ശരിക്കും 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. പറയുമ്പോൾ ആകെ 12 എപ്പിസോഡോ 16 എപ്പിസോഡോ അതേ ഉള്ളൂ. പക്ഷേ ഈ സീരീസ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു 6 എപ്പിസോഡ് 7 എപ്പിസോഡ് എന്തോ വന്നു, അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് ബാക്കി എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളത്. സോ ടുഗെദർ ഐ തിങ്ക് ദാറ്റ് ഒരു 12 എപ്പിസോഡ് ഓർ 16 എപ്പിസോഡിൻ്റെ ഉള്ളിലേ ഉള്ളൂ. സീരീസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കൂ, ഇതൊരു അടിപൊളി സീരീസാണ്. പക്ഷേ ഈ സീരീസിന് ഞാൻ ഡിസ്ക്ലൈമർ വരുന്ന സംഭവം പറഞ്ഞുതരാം. ഇതിൻ്റെ സീസൺ 1 എപ്പിസോഡ് 1 കുറച്ച് ലാഗാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതെന്താ ഇത് പോകാത്തേ നീങ്ങാത്തേ എന്നൊക്കെ വിചാരിക്കും. കാരണം ഫസ്റ്റ് ഞാൻ ഈ സീരീസ് കാണുന്ന സമയത്ത് ഞാനൊരു കസിനും കൂടി ഇരുന്നിട്ടാണ് കണ്ടത്. അപ്പോൾ അവളും ഞാനും കാണുമ്പം ഞാൻ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടന്നുറങ്ങി, അവളും നിർത്തിവെച്ച്. അങ്ങനെ നിന്നൊരു സീരീസ് അത്. കാരണം ഫസ്റ്റ് എപ്പിസോഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് 1 hour ഉണ്ട്, ഇതുകൊണ്ട് നീങ്ങൂല. അപ്പം നമ്മളേക്കും നിർത്തി പോവാം, അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് എന്തായാലും വരും. കാരണം കഥയിലേക്ക് കയറിയാലല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് വരുള്ളൂ. ഇത് ഇവർ ബിൽഡ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളത്. ആ ബിൽഡിങ് ടൈം നമുക്ക് കുറച്ചൊന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അടിപൊളി സാധനമാണ്. ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു സീരീസിൽ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ലാസ്റ്റ് 10 minutes ആണ് ഈ ഒരു സീരീസും കൂടി മാറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ആരും 10 minutes പോയിട്ട് കാണാൻ നിൽക്കരുത്. ലാസ്റ്റത്തെ ഇത് കാണുമ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ഇങ്ങനെ കണ്ടുവരിക. ആ ഒരു ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ സീരീസ് അങ്ങ് പോയിക്കോളും. സീരീസിൻ്റെ നെയിം ഡ്യൂട്ടി ആഫ്റ്റർ സ്കൂൾ. സോ നെക്സ്റ്റ് ഡ്രാമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമയാണ്. ഭയങ്കര എന്താ പറയുക, ഒരു അടിപൊളി ഡ്രാമയാണ്. ഒരു ജോലി അന്വേഷിച്ച് മടുത്ത് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിന് ശേഷം കാലം പിടികൂടുകയും മരിക്കുന്നതിന് മുന്നേ ഡെത്തിനെ പുച്ഛിച്ചതിന് പണിഷ്മെന്റ് പോലെ 12 ലൈഫ് കൂടെ കൂടുതലായിട്ട് കൊടുക്കുന്നു. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഡെത്ത് ഗെയിം. ഇപ്പൊ എനിക്ക് തോന്നുന്ന കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് ദാറ്റ്സ് എ സൂപ്പർ, ആ ഒരു സാധനം ഉണ്ടാവും, ഒരു അടിപൊളി സീരീസാണ് അത്, നല്ലതായിരുന്നു അങ്ങനെ നമുക്ക് തോന്നും. കാരണം അത്രയും നല്ലതാണത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് നല്ലോണം ഇഷ്ടമുള്ളൊരു ഡ്രാമയാണ്. സോ യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ ആമസോൺ പ്രൈം. ആകെ ഒരു സീസണേ ഉള്ളൂ. സോ കമ്മിങ് ടു ദി ലാസ്റ്റ് വൺ, ഒരു ന്യൂ സ്റ്റുഡന്റ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതും അവൾ അവിടെ വിറ്റ്നസ് ചെയ്യുന്ന ഒരു രഹസ്യ ഗെയിമുമാണ് സീരീസ് കാണിക്കുന്നത്. ഇതൊരു 2024 സീരീസാണ്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആൾക്കാർ കത്തിയുണ്ടാവും സാധനം എന്താണ്. യെസ്, പിരമിഡ് ഗെയിം. യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഡെത്ത് ഗെയിം ഒഴികെ ബാക്കി എല്ലാം ഹൈസ്കൂൾ ഡ്രാമയാണ്. മെയിൻലി എനിക്ക് ഹൈസ്കൂൾ ഡ്രാമാസ് കാണാനാണ് ഇഷ്ടം. അതിപ്പോൾ റോംകോം ആണെങ്കിലും ഇങ്ങനത്തെ ത്രില്ലർ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം
ഹൈസ്കൂൾ ഡ്രാമാസ് കാണാനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡ്രാമാസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. സോ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന്. ഇങ്ങനത്തെ കുറച്ച് റോംകോം അങ്ങനെ അല്ലാത്ത കുറച്ച് കെ ഡ്രാമാസ് നിങ്ങൾക്ക് അറിയെങ്കിൽ, ഇതുപോലത്തെ ജോണറിലുള്ള കെ ഡ്രാമാസ് നിങ്ങൾക്ക് അറിയെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യുക. ഞാനും കണ്ടു നോക്കുക കണ്ടിട്ടില്ലെങ്കിൽ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ലവ് ബൈ ബൈ.